3 മാസം കൊണ്ട് 20 വീഡിയോ കൊണ്ട് മാത്രം ഇത്ര ഫാൻസ്. അത് സംഭവം നാടൻ പട്ടിക്കും ഷൂസോ എന്ന് പറഞ്ഞ പോലെ നമുക്ക് മനസ്സിലാവണം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കണെന്നുള്ളത്. നമ്മൾ എന്തൊക്കെയോ ചെയ്തു, ആളുകൾ എന്തൊക്കെയോ ചിന്തിക്കുന്നു, അതാണ് ആക്ച്വലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അറിയില്ല. വീട്ടിലൊക്കെ അഡ്രസ് ഒക്കെ തപ്പിയിട്ടൊക്കെ ആൾക്കാർ വന്നിട്ട് എന്താ ഇവരുടെ സ്നേഹപ്രകടനം എങ്ങനെയാ? സന്തോഷം. ചില ആൾക്കാർ നമുക്കിത് രസമാണ്, കാണാനൊക്കെ കൊള്ളാം, കൈയൊക്കെ കാണിക്കും, പുറത്തൊക്കെ പോകുമ്പോ ടാറ്റൊക്കെ തരും, അത് രസമാണ്. ചില ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കും. അപ്പോൾ ഞാനിതൊക്കെ കണ്ടിട്ടുള്ളൂ. കാരണം ഹനാന്റെ കൂടെ ഞാൻ ആദ്യം ഫുൾ ടൈം പ്രോഗ്രാമിന് അവൻ്റെ കൂടെ പോകുമായിരുന്നു. അപ്പൊ അവന്റെ കൂടെ ആൾക്കാരെ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണും. കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ നമ്മളെയും ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങി. പതുക്കെ അവിടെ ഇവിടെയൊക്കെ സ്ക്രീനിൽ എവിടെയൊക്കെ കണ്ടിട്ട് അന്ന് ഇവന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ വന്ന് ഫോട്ടോ എടുക്കും. അപ്പൊ ഞാനൊക്കെ ഞാനൊക്കെ എന്ത് കാര്യത്തിന് എന്ന പോലെ തന്നെയാണ് ഇപ്പോഴും ഫോട്ടോ അങ്ങനെ നമുക്ക് കാനഡയിൽ ഫാൻസ് ആയിരിക്കും അവിടെ. കാനഡയിൽ നിന്ന് ഒരാള് മെസ്സേജ് അയച്ചായിരുന്നു. എന്തായിരുന്നു മെസ്സേജ്? അർഷുക്കനോട് ഗ്രൂപ്പ് ഓഫ് ഗേൾസ് ഒരു അവിടെ വർക്ക് ചെയ്യണം. അങ്ങനെ അർഷുക്കൻ കാനഡയിൽ വരിക, അപ്പോ ഇനി തിരിച്ചു വരുമ്പോ ഗിഫ്റ്റ് ഒക്കെ അയക്കാന്നൊക്കെ പറഞ്ഞിട്ട്. അയ്യോ, ഇനി എത്രയും പെട്ടെന്ന് ഞാൻ കാനഡയിൽ പോകുന്നൊക്കെ. വേറെ ഏതോ പ്രൊവിൻസിലാ, ഞാൻ നിൽക്കണവർത്തല്ല, പ്രിൻസ് എഡ്വേർഡ് ഐലൻഡിലാ. ശരിക്കും പൊതുവെ നമ്മുടെ ഒരു പാഷൻ പോലെയാണല്ലോ യൂട്യൂബ് ചാനൽ. ഇപ്പൊ കാനഡയിൽ നിന്നാണ് ആദ്യത്തെ വീഡിയോ, അത് മഞ്ഞ് വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോ എന്താ യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്നൊരു പ്ലാൻ? യൂട്യൂബിന്റെ കാര്യം ആക്ച്വലി ഇത് എന്റെ പ്ലാനിൽ ഉണ്ടായിരുന്നതല്ല. നമ്മൾ ഇൻസ്റ്റാഗ്രാം ആക്റ്റീവായിട്ട് യൂസ് ചെയ്യായിരുന്നു. അപ്പോൾ നമ്മളൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. നമ്മുടെ ഫ്രണ്ട് സർക്കിൾ അത്യാവശ്യം ആക്റ്റീവാണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഹനാൻഷ ഒരു സിംഗർ, അത് എൻ്റെ വളരെ അടുത്ത കൂട്ടുകാരനാണ്, എൻ്റെ ചങ്കുമായ ഒരു കൂട്ടുകാരനാണ്. അപ്പോൾ ആ ഒരു കൂട്ടത്തിൽപ്പെട്ട ആളായതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ആക്റ്റീവാണ്. ഹനാൻ ആ ടൈമിൽ ഞാൻ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ഒരു വർഷം മുമ്പേ അവൻ യൂട്യൂബൊക്കെ ആയിട്ട് ആക്റ്റീവായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കൂട്ടുകാരൻ ബാസിൽ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ ചാനൽ തുടങ്ങി, അവനും ആക്റ്റീവായിട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്തൊരു കൂട്ടുകാരൻ ജോർജിയയിലുള്ള അസൂർ എന്ന് പറഞ്ഞ കൂട്ടുകാരൻ, അവനും ആക്റ്റീവായിട്ട് വ്ളോഗ് തുടങ്ങി പോകുന്നുണ്ട്. അപ്പം ഞാൻ ഈ കാനഡയിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിവ് സമയങ്ങൾ തള്ളി നീക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ കാശടിച്ച് പൊളിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിനൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കര ബോറടി ആയിരിക്കും. കാരണം അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ. അപ്പം ഞാനിങ്ങനെ നാട്ടിലേക്ക് ആലോചിക്കും. നാട്ടിൽ ഇൻസ്റ്റാഗ്രാം തുറന്നാൽ കാണുന്നത് ഇത് ഫുള്ള് എൻ്റെ ഫ്രണ്ട് സർക്കിളാണ്. റീല് തുറന്നാൽ ഞാൻ കാണുന്നത് ഒന്നെങ്കിൽ വല്ല പേജും അവരെ വീഡിയോ ഇട്ടത്, അല്ലെങ്കിൽ അവരെന്നെ ഇട്ട അവരെ വീഡിയോ, ഇതാ കാണുന്നത്. ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ ഏത് നേരത്താണ് ഇങ്ങോട്ട് വന്നത്? നാട്ടിൽ വല്ല എന്തെങ്കിലും പണിയെടുത്ത് ജീവിച്ചാൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നി പോവാറുണ്ട്. പിന്നെ സാഹചര്യങ്ങൾ സമ്മർദ്ദം മൂലം പോയത് കാരണം ഞാനിങ്ങനെ ഇനിയിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ ഞാനും കൂടി തുടങ്ങാം, അപ്പോൾ എൻ്റെ ആ ഒരു ഒഴിവ് സമയങ്ങൾ എനിക്ക് ഒഴിവാക്കാൻ പറ്റും എന്നുള്ള എനിക്ക് തോന്നി. അങ്ങനെയാണ് യൂട്യൂബ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യണത്. സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഫസ്റ്റ് ഇട്ട വീഡിയോ മറ്റേ വിന്ററിന്റെ ടൈമിലാണ് കണ്ട. ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് അധികം ആയിട്ടില്ല. ജനുവരി 30 കണ്ട ഞാൻ ചാനൽ തുടങ്ങിയത് തോന്നുന്നു. അന്ന് ഞാനൊരു മഞ്ഞ് വരുന്ന വീഡിയോ, അന്ന് സ്നോ സ്റ്റോം ആയിരുന്നു. സ്നോ സ്റ്റോം കഴിഞ്ഞ് വീട്ടിൽ 2 കാറുണ്ട്. അപ്പോൾ ഈ കാറ് പുറത്തിറക്കണമെങ്കിൽ ഡ്രൈവേന്ന് നമ്മുടെ റോഡിലേക്ക് ഇറക്കണമെങ്കിൽ മഞ്ഞ് ഷവൽ ചെയ്ത് കളയണം. അപ്പോൾ അതൊരു ഫണ്ണായിട്ട് വീഡിയോ എടുത്തിട്ടതാ. അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഫസ്റ്റ് വീഡിയോ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 34,000 ആൾക്കാർ കണ്ടു. അത്ര സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഉണ്ടായിരുന്നില്ല. ഒരു 100-200 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളായിരുന്നു ഫസ്റ്റ്. പിന്നെ അത് 500 600 അങ്ങനെ കുറേശ്ശെ എനിക്ക് തോന്നുന്നു ഞാൻ കാനഡയിൽ നിന്ന് വരുന്നത് വരെ 10 വീഡിയോ കണ്ടിട്ടത്. ഇവിടെ വന്നിട്ട് ഇപ്പം ഈ ഒരു 1 മന്തിൻ്റെ ഇടയിൽ ഒരു 10 വീഡിയോ കൂടി ഇട്ടു. അപ്പോൾ ടോട്ടൽ 20 വീഡിയോ ആയി. ഈ 20 വീഡിയോൻ്റെ ഇടയിൽ നമ്മൾ എപ്പോഴോ ആൾക്കാരെ സപ്പോർട്ട് കൊണ്ട് ഒരു 50,000 സബ്സ്ക്രൈബേഴ്സായി.